അച്ഛന്മാർ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാ ഈ വലിയ വിൻഡോ ഉണ്ട് അച്ഛന്മാർ ഈ താറിന്റെതാ ഈ ഹായ് മച്ചന്മാരെ, വെൽക്കം ടു ക്രേസി മാസ് വ്ലോഗ്സ്. മച്ചന്മാർ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2021 താറാണ്. ഏകദേശം 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള വില പിടിക്കുന്ന ഒരു സംഭവമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഇവിടെ സെയിലിലെ വണ്ടി കേട്ടോ. അതായത് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറഞ്ഞുതരാം. കാരണം നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ കൊണ്ടുവരാണ്. പ്ലസ് ഇത് വിൽക്കുന്ന പ്രൈസ് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ കല്ലിങ്ങൽ കാർസ്, അതായത് മഞ്ചേരി മelakham എന്ന സ്ഥലത്താണിത്. അതായത് കേരള സ്റ്റേറ്റിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. മച്ചന്മാരെ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂലേക്ക് നമുക്ക് ജസ്റ്റ് കിടക്കാം. എല്ലാ ഒരു വണ്ടിക്ക് എന്തെല്ലാം ഉണ്ട് അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം മച്ചന്മാരെ. അപ്പൊ മച്ചന്മാർ ഇത് കണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് ഒരു ഹാലോജൻ ബൾബ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു യെല്ലോ കളർ. പിന്നെ ഇത് വരുന്നത് LED ലൈറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഈ ടോപ്പ് വരുന്ന ഒരു DRL ടൈപ്പ് ആയിക്കാണ്ടാണ് വരുന്നത്. LED ആണ്. നേരെ ജസ്റ്റ് ഇവിടെ വന്നത് ഇത് കണ്ടില്ലേ, ഇവിടെ പ്രൊജക്ടർ എന്നല്ലെങ്കിൽ ചെറിയൊരു LED ലൈറ്റിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാലോജൻ ബൾബും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇവിടെ ഒരു വലിയൊരു ഇത് മാത്രമേ ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്താണ് ജീപ്പിന്റെ മെയിൻ സംഭവം, 7 സ്ലോട്ട് ഗ്രില്ല്. അതായത് 1 2 3 4 5 6 7 ഏഴാണല്ലോ, 2 4 6 7 ഗ്രില്ല്. അതായത് ജീപ്പ് കോമേഴ്സിൽ കണ്ടിട്ടില്ല, അത്ര ഹൈറ്റ് ഒന്നുമില്ലെങ്കിലും 7 സ്ലോട്ട് ഗ്രില്ല് തന്നെയാണ്. ഇതാണ് ജീപ്പിന്റെ മെയിൻ സംഭവം. ഇതാണ് കാശ്മീരെ. പിന്നെ ഇവിടെ താറുന്നില്ല ബാഡ്ജിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊരു അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് മഹീന്ദ്ര യൂസ് ചെയ്തിട്ടുണ്ട് കാശ്മീരെ. പിന്നെ ഇത് കണ്ടില്ലേ, മെറ്റലാണ്. ഇവിടെ അങ്ങോട്ട് ഫുള്ള് മെറ്റലാണ്, അതൊക്കെ മെറ്റലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ ജസ്റ്റ് അടിയിലാണല്ലേ ഫോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും LED ആയിട്ട് വരുന്നത്. മിക്കവാറും വൈറ്റ് ലൈറ്റ് ആവാനും സാധ്യത കാശ്മീരെ. കാരണം ഇപ്പോഴൊക്കെ അങ്ങനെ ഒരു LED വൈറ്റ് ആണ്. അപ്പൊ നേരെ ജസ്റ്റ് നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാൻ വെച്ചാൽ വരാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതുണ്ടല്ലേ, ഇതിപ്പോൾ പണ്ടത്തെ സ്റ്റൈലാട്ടോ. ഇതാണ് ഇതിലാകെ ഛർപ്പിക്കുന്ന കാര്യം. കാരണം നല്ല സ്ട്രോങ് ആയിക്കാരം. അത് വലിച്ചിങ്ങനെ പുറത്തേക്ക് ഇട്ട് കണ്ടോ, അങ്ങനെ ഓരോന്നും കാറ്റാം. അവിടെ ഉണ്ട്, അവിടെ ഇവിടെ ഇല്ല, അവിടെ ആ സൈഡിലുണ്ട്. പണ്ടത്തെ സിസ്റ്റം തന്നെയാണ്. അങ്ങനെ തുറക്കല, ജസ്റ്റ് തുറക്കണം. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് സൈഡിൽ കൊടുക്കാം. അപ്പൊ വെച്ചാൽ ഇതിന്റെ വീൽ ജസ്റ്റ് ഒന്ന് കാട്ടി തരാൻ കണ്ടില്ല, 255 618, അതായത് 18 ഇഞ്ചാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ 55 ആണ് ഇതിന്റെ വിടുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ അലോയി കണ്ടില്ലേ, ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. അപ്പൊ താറൊക്കെ അടിപൊളി ഫുള്ള് ഡിസ്ക് വരുന്നത്. ബാക്കിൽ ഡിസ്ക് ആവാൻ സാധ്യതയില്ല, എന്നാലും ഫ്രണ്ട് ഡിസ്ക് വരുന്ന അലോയി. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെ കൊടുത്തിന്. ഇതും വരുന്ന ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ കാറിൽ കാണുന്ന പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. നമ്മൾ കാറിന്റെ കാഡിങ്ങിൽ അടിയിൽ കൊടുക്കൂലേ, അത്യാവശ്യം വലിയൊരു ആർച്ചാണ് ഇത് വരുന്ന സംഭവം. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു എന്താ കൊടുക്കുന്നത്, എം ഹോക്ക് 13 പോയിന്റ് കേട്ടോ. ഇവിടെ ഒരു ഈഗിളിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. പിന്നെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ ജസ്റ്റ് ഇവിടെ അങ്ങനെതാ ഈ താറിന് കണ്ടില്ലേ, ഇത് നമ്മളെ ഫ്രണ്ടിൽ ഒരു ഭാഗത്തുണ്ട് ലൈറ്റുമീ, അതുപോലെ തന്നെ ബാക്ക് ലൈറ്റുമീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിന്റെ മിറർ കണ്ടില്ലേ, മിററിന്റെ ഇവിടെ താറിന് എഴുതിക്കുന്നുണ്ടല്ലോ ആവശ്യമാരെ. ജസ്റ്റ് വരും ഇതിന്റെ സൈഡ് പ്രൊഫൈൽ ഒന്ന് കാട്ടി തരാം. കണ്ടില്ലേ, ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയ കുട്ടി വണ്ടി തന്നെ അല്ലേ ആവശ്യമാരെ. നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. നിങ്ങൾ താറ് കണ്ടതല്ലേ കാരണം. അപ്പൊ പിന്നെ ബാക്ക് ടയർ കണ്ടില്ലേ, അപ്പൊ ഇതിന്റെ ബാക്ക് ടയർ കണ്ടില്ലേ, ജസ്റ്റ് 255 18 ഇഞ്ച് തന്നെയാണ് ബാക്കിലും വരുന്നത്. പിന്നെ ഇത് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്, ഡിസ്ക് അല്ല കേട്ടോ. അതാണ് ഫ്രണ്ടിൽ നമ്മൾ ഡിസ്ക് ആണ് കണ്ടതെങ്കിൽ ഇവിടെ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പാണ്, നല്ല അടിപൊളി മെറ്റലാട്ടോ. പിന്നെ ഇവിടെ വീൽ ആർച്ചും കാര്യങ്ങളും വരുന്നുണ്ട്, അതും പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അതും പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ഡോർ ലോക്ക് വരുന്നുണ്ട്, ജസ്റ്റ് നമ്മൾ സാധാ ആ ഒരു പ്ലാസ്റ്റിക് സാധനം തന്നെ, നമ്മളെ മെറ്റലും കാര്യങ്ങളൊന്നും അല്ല. കണ്ടില്ലേ, ജസ്റ്റ് പണ്ടത്തെ ടൈപ്പ് തന്നെയാണ്. ഇപ്പോഴും ഒരു പുരോഗമിച്ചിട്ട് ഇല്ല, തന്നെ വേണം എന്നുള്ളതുകൊണ്ടായിക്കാരം. സോറി, തന്നെ ഇതിന്റെ രസം കേട്ടോ മനുഷ്യന്മാരെ. ജസ്റ്റ് ഇത് കണ്ടില്ലേ, അത് ചെറിയൊരു ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ചെറിയ സ്ക്വയർ ആയിട്ട്, കാരണം ഇതിന്റെ ബാക്കിൽ വിസിബിലിറ്റിക്ക് വേണ്ടി കണ്ടാണ് ഒരു സംഭവം കൊടുത്തിട്ട്. അവിടെ ഇതിന്റെ ഇവിടെയും പ്ലാസ്റ്റിക് തന്നെ കേട്ടോ. പ്ലാസ്റ്റിക്കാണ് ഇവിടെ കുറച്ച് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് മനുഷ്യന്മാരെ. അപ്പൊ ഇതിന്റെ ടെയിൽ ലാമ്പ് ജസ്റ്റ് കണ്ടില്ലേ, ഇവിടെ സ്ക്വയർ ടൈപ്പ് ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇവിടെ താറിനുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ താറിന് എഴുതിക്കുന്നത്. ഞാൻ പറഞ്ഞത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ഹാലോജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് സ്പെയർ ടയർ ഉണ്ടല്ലേ, ബാക്കിലെ വരുന്നത്. കാരണം സാധാരണ ലുക്കിലെ സംഭവം സ്പെയർ ടയർ ഉണ്ട്, അത് ജസ്റ്റ് അലോയ് തന്നെ കേട്ടോ മനുഷ്യന്മാരെ, അലോയ് തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെയിം ലൈറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിന് സ്പ്ലിറ്ററാണ്, ഡബിൾ സ്പ്ലിറ്ററാണ് സംഭവം വരുന്നത്. ഇവിടെ പറഞ്ഞാൽ മതി, ഇവിടെയാണ് ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. കണ്ടില്ല, വലിയ സ്പേസ് ഒന്നും ഇല്ല, ചെറിയൊരു സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു കവറോ അങ്ങനെ 2 കവറൊക്കെ വെക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രിഡ്ജ് അത് ജസ്റ്റ് അടക്കി വെച്ചു കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇന്റീരിയറിലേക്ക് പോകാം. പിന്നെ വെച്ചാൽ ഇതിന്റെ ബാഡ്ജിങ് കണ്ടില്ലേ, 4x4 കേട്ടോ. പിന്നെ റെഡ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. ഇന്റീരിയൽ കണ്ടില്ലേ, ഇവിടെ സാധാരണ മരുന്ന് തന്നെ കേട്ടോ, ഡോറിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതുണ്ടല്ലേ ജസ്റ്റ് ഈ മിറർ, അതായത് ഈ മിറർ മാത്രം കൺട്രോൾ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റില്ല കേട്ടോ. വേറെ ഒരു പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, അത് ഉള്ളിലേക്കാരം മിക്കവാറും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ ടൈപ്പ് എന്തൊക്കെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താറ് ഇതിൽ ആകെ താറുണ്ട്, ചുരുക്കം പറഞ്ഞതിൽ മൊത്തം താറ് ആകെ ലോഡ് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് കണ്ടില്ലേ ജസ്റ്റ് ഇന്റീരിയർ. ഇവിടുന്ന് ഒരാളോട് ലുക്ക് ഞാൻ കാണിച്ചു തരാം.
പിന്നെ ഇവിടെ സെൻസറും കാര്യങ്ങളും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, മാനുവലാണ്. ജസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാം. പിന്നെ സീറ്റ് കണ്ടില്ലേ, ജസ്റ്റ് ഇലക്ട്രിക് ഒന്നല്ല, ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ സാധാ കാറിൽ കാണുന്ന പോലെ തന്നെ നീക്കണ സംഭവമാണ് ഇത് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ഫുള്ള് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അച്ഛന്മാരെ നമ്മൾ ജസ്റ്റ് ഇന്ത്യയിൽ കയറിയിട്ടാ മച്ചന്മാരെ ജസ്റ്റ് ആകെ വീർത്തിരുന്നു. അപ്പൊ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളും കാണിക്കാറൊന്നുമില്ല, കാരണം ലക്ഷറീന്റെ അത്ര ഇതൊന്നും ഇല്ല. ഒക്കെ ഇവിടെ സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഹാർഡ് പ്ലാസ്റ്റിക് ആട്ടോ, സോഫ്റ്റ് പ്ലാസ്റ്റിക് അല്ല, ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ലെതർ കവേർഡ് ആണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. കണ്ടോ, ഇവിടെ മഹീന്ദ്രന്റെ ലോഗോ ഉണ്ട്, പുതിയ ഡിസൈൻ. അതുപോലെ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഡിജിറ്റൽ, അതുപോലെ ഇവിടെ ചെറിയ ഡിജിറ്റൽ ഉണ്ടാവും, ചെറിയ കൺട്രോൾ ചെയ്യാനാണ്, പിന്നെ ഇതൊക്കെ ഓഫ് ആക്കാനാണ്. പിന്നെ ഇത് വരുന്നത് കണ്ടില്ല, നല്ലൊരു ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ കൊടുത്തിരുന്നവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ഇത് അതേ ഉള്ളൂ സ്ക്രീൻ വെച്ചമാരെ. പിന്നെ ഇതിവിടെ ഹോം ബട്ടൺ പ്രസ് ചെയ്യാം, ജസ്റ്റ് ഇൻഫോർടൈൻമെന്റ് ഓൺ ആക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, AC വിൻഡ് കാര്യങ്ങൾ കണ്ടില്ലേ, ഒരു ജെറ്റ് എയർവേസ് മോഡൽ കണ്ടില്ലേ. ഇവിടെ 2 AC വിൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാർണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇത് 2 ഗിയറാട്ടോ അതിന് വരുന്നത്. അതായത് ഇത് ഹൈവിൽ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഹിൽ ക്ലൈ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവില്ലേ, അങ്ങനെ ഇടുന്ന ഗിയറാട്ടത്. ഇത് പിന്നെ സാധാ ഗിയർ, ജസ്റ്റ് ഇതിന് 6 ഗിയറാട്ടോ, അതായത് 6 ഗിയറുണ്ട് അച്ഛന്മാരെ ഇതിന്. ജസ്റ്റ് ഇതിങ്ങനെ ആക്കിയാൽ റിവേഴ്സ് ചാടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഡോർമ കൺട്രോൾ ഇല്ല, ഇവിടെയാണ് മിറർ കൺട്രോൾ ചെയ്യാൻ വരുന്നത്. പിന്നെ ഇത് നേരത്തെ മിനി കൂപ്പറിന്റെ അതേപോലെ തന്നെയാണ് അച്ഛന്മാരെ. ബാക്ക് കണ്ടില്ലേ, ബാക്ക് മിറർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, റിക്ലൈൻ അത്യാവശ്യം നല്ല റിക്ലൈൻ ആണ്, സോഫയിൽ ഇരിക്കണ മാതിരി തന്നെ. അതുപോലെ ലെഗ് റൂം കണ്ടില്ലേ, നല്ല അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്. ബാക്കിൽ ഇരിക്കാൻ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ സീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിയിടേണ്ടി വരും. പിന്നെ അവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിരുന്നു, അതുപോലെ തന്നെ അവിടെ ആം റെസ്റ്റും കാര്യങ്ങളും കൊടുത്തിരിക്കണേ, സീറ്റ് ബെൽറ്റും ഉണ്ട് കേട്ടോ അച്ഛന്മാരെ. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മൾ ഇട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിൽ നല്ല അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് വരുന്നത്, പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡറാണ്. ഇവിടെ ഒരു വലിയൊരു പോരായ്മ എന്താ വെച്ചാൽ ആംറസ്റ്റ് ഇല്ല, നമുക്ക് ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കാനുള്ള ഒരു ആംറസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉള്ള അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കാനാണ് വെച്ചാൽ. അതുപോലെ തന്നെ ഇവിടെ ഡാഷ് ബോർഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡാഷ് ബോർഡ്, വലിയ ഇപ്പൊന്നുമില്ല, സ്റ്റോറേജും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷെ പാസഞ്ചർ സൈഡിൽ മിറർ ഉണ്ട്, പാസഞ്ചർ സൈഡിൽ മിറർ ഉണ്ട്, നമുക്ക് ഇവിടെ വരുന്നില്ല അച്ഛന്മാരെ. അതത്രയുള്ള തന്നെ ഇന്ത്യയിൽ ജസ്റ്റ് വേണമെങ്കിൽ ഇത് നമുക്ക് ഈ ഒന്ന് ഓണാക്കി ഇൻഫോർടൈൻമെന്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അച്ഛന്മാരെ. അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് നമുക്ക് ലൈറ്റിന്റെ ഇതിങ്ങനെ താത്താനും പൊങ്ങാനും പറ്റുന്നതാണ് ഇത് വരുന്നത്. പിന്നെ അച്ഛന്മാരെ ഇൻഫോർടൈൻമെന്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കി തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇത് ടച്ച് ആണ്, ചെറിയൊരു ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാണ് കേട്ടോ, ഗുഡ് ബൈ ജസ്റ്റ് നമ്മളെ വിട പറഞ്ഞ് പോവാണ്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഡിജിറ്റലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോർ ഓപ്പൺ ആണെന്നില്ല, വാണിങ്ങും കാര്യങ്ങളും തന്നിക്കണേ. അതുപോലെ തന്നെ കണ്ടില്ല, നല്ലൊരു സ്പോർട്ടി ലുക്കാണ് ഇതിൽ കൊടുത്തിരുന്നത്, ടൈം കാട്ടി കൊടുക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറേ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടില്ല, നല്ല അഡാർ ലുക്കാണ് ഇതിന്റെ ഇന്റീരിയറിൽ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് കേട്ടോ. ഇന്റീരിയർ ജസ്റ്റ് ഇതാക്കുന്ന ലൈറ്റ്, അതായത് ഡോർ ലൈറ്റും കാര്യങ്ങളും കണ്ടില്ലേ, നല്ല അടിപൊളി LED ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്പീക്കർ വരുന്നത് കേട്ടോ, ഇവിടെ ഡോർ സൈഡിലല്ല വരുന്നത്, ഇതാക്കുന്നത് ഈ റൂഫ് ടോപ്പിലാണ് ഇതിന്റെ സ്പീക്കർ വരുന്നത്. പിന്നെ ഇതിന്റെ സൺറൂഫും കാര്യങ്ങളൊന്നും ഇല്ല, പകരം ഇവിടെ ഒക്കെ ഒരു പ്ലാസ്റ്റിക് ആട്ടോ സംഭവം. വെയിലത്തൊക്കെ ഇവിടെ ഇരുന്ന ചൂടെടുത്ത് ആവുന്നതിന്റെ ഉള്ളിൽ അമ്മാതിരി ഇതേ കാര്യത്തിൽ വരിക. അപ്പൊ അച്ഛന്മാരെ താറിന്റെ ഔട്ടർ 2021 മോഡൽ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇതിന്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 to 13, 10 to 14 ആ റേഞ്ചിലാണ് വരുന്നത്. കാരണം ഇത് കുറച്ചുകൂടി വാല്യൂ ആവണുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോൺ നമ്പർ, അതായത് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വെച്ചാൽ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കേരള സ്റ്റേറ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് മഞ്ചേരി മേലാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ ചെയ്തിട്ട് സിമ്പിളായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ച് വീഡിയോ നമ്മളെ ചാനലിൽ വരെ അടിച്ചോണ്ട് പൊളിച്ചു കേട്ടോ.